അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ രുചി ഇതൊരു മത്തങ്ങ പോലത്തെ സാധനമാണ് കേട്ടോ. നമ്മൾ ചെറുനാരങ്ങ വേണ്ട ചേരേണ്ട മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ വലിയ വലിയ ചെറുനാരങ്ങകളായി കേട്ടാ. എന്താണ് ഇതിൻ്റെ രുചി എന്ന് നമുക്കൊന്നും അറിയുന്നല്ലോ. കഴിക്കാനായിട്ട് മയണൈസ് എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ ഉണ്ടാക്കണം നമുക്ക്. ഇപ്പം അതാണല്ലോ വില്ലൻ. അതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടാ? പൊട്ടു ഫിഷിയ ഭോജ്യം റെഡി ആയിരിക്കുന്നു. സിംഗം എന്ന് പറഞ്ഞിട്ട്. ആ പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്താ ചിരിക്കുന്നത്? അതായത് നമ്മുടെ കയ്യിൽ ഇത് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറഞ്ഞതിൻ്റെ പേര്. സത്യത്തിൽ ഈ സാധനം തന്നിട്ടുള്ള ശാന്തേട്ടൻ പറഞ്ഞത്, ശാന്തേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. കണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ? ശാന്തേട്ടൻ പറഞ്ഞത് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കണ്ടപ്പോൾ അറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ആപ്പിള് പിന്നെ ഓറഞ്ചല്ല വേറെ എന്തൊക്കെ ചേർക്കും, ക്യാരറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുക. ആ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ രുചി ഇതൊരു മത്തങ്ങ പോലത്തെ സാധനമാണ് കേട്ടോ. യഥാർത്ഥ രുചി അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കി ഇങ്ങനത്തെ ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊരു ഇന്തോനേഷ്യൻകാരി പെൺകുട്ടിയാണ്, എന്നിട്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പെൺകുട്ടി ഇതുകൊണ്ട് വെട്ടിമുറിച്ച് അടിപൊളിയായിട്ട് സാധനമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ കൊതിയായി. ഈ സാധനം ഇവിടെ കയ്യിലുണ്ട്. അപ്പോൾ അതുപോലത്തെ അതിട്ട സാധനങ്ങളൊന്നും മുഴുവൻ നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത്. നിനക്ക് വല്ല എതിർപ്പുണ്ടാ? അല്ല സരിതോട് ചോദിക്കണേ ഇത്. അപ്പം ഞാൻ ചിലപ്പോൾ അല്ല ഞാൻ പറയുന്നത് കൊളാവില്ല എന്നുള്ള നമുക്കറിയണ്ടേ. അപ്പം ഞാൻ തുടങ്ങാൻ പോണ കേട്ടാ. ഇംഗ്ലീഷ് ചാനലിൽ കണ്ട സാധനം ഉണ്ടല്ലോ, അത് സാധനങ്ങൾ നമ്മുടെ ഇല്ലല്ലോ. ഇല്ലേ മുഴുവൻ ഇല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസ് അടിച്ചാൽ മതിയായിരുന്നു. ജ്യൂസ് അടിച്ച് ശരിയാവില്ലേ? ജ്യൂസ് അടിച്ചതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ രുചി മാറും. അപ്പം ഞാൻ തുടങ്ങാൻ പോവാ. എന്തായാലും ഒരു ചെറുനാരങ്ങ പൊട്ടിച്ച് പോവാ. ഒരു ചെറുനാരങ്ങ പൊട്ടിച്ച് പോവാ. നമ്മുടെ ചെറുനാരങ്ങ വേണ്ട ചേരേണ്ട മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ വലിയ വലിയ ചെറുനാരങ്ങകളായി കേട്ടാ. ഏത് മീനിൻ്റെ വെള്ളം അതൊക്കെ ആയിട്ടാക്കുമ്പോൾ വലിപ്പം കൂടി തുടങ്ങി. പിന്നെ ഇഷ്ടം പോലെ ഈ ചെറുനാരങ്ങ. ഒരു ചെറുനാരങ്ങ പിടിക്കാം. ഇത് ആസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ എവിടെയോ കൊണ്ട് ഒരു സ്ഥലത്ത് കണ്ടമാനം കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇതിപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവിടെ വ്യാപകമാണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. ഇത് മത്തങ്ങ ഇനത്തിൽപ്പെട്ട സാധനമാണ്. ഇതിനിപ്പോൾ എത്ര വെച്ചില്ലേ, ഇത് ഭംഗിയിൽ മുറിക്കാനായിട്ട് ഇവിടെ ഒരു ചെരിവുണ്ട്. ഇത് പഴുത്തുണ്ടോ മൂത്തുണ്ടോ ഒന്നും അറിയില്ല. നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് ഇത് സാധനം നല്ല വലിപ്പത്തിലായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളെങ്ങനെയാണോ പഴുത്തുണ്ടോ ഒന്നും നമുക്കറിയില്ല. ശാന്തേട്ടൻ പറഞ്ഞത് ആൾക്ക് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം ആൾക്ക് ഇതാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കണേ. ഇതാണ്ട ഇങ്ങനെ. ഇനി നമുക്ക് ഇതിൻ്റെ നടു മുറിക്കാം. അത്ര ഭംഗിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിറയെ കുരുക്കളുണ്ട് കേട്ടോ. അപ്പോൾ കുരുക്കൾ മത്തങ്ങ തന്നെ അല്ലേ. കുരുക്കൾ നമുക്ക് കളയാം. കുരു നമുക്ക് വേണ്ട. എന്തെന്നാ പറയുന്നതിൻ്റെ ആകൃതി. ഇതും എടുപ്പാക്കാം. ജഗ്ഗു ഞാൻ ഒരു സാധനം ഉണ്ടാക്കണം നോക്കിയേ. ജഗ്ഗു സ്കൂൾ വിട്ട് വന്നിരിക്കുന്ന സമയമാണ്. എന്തായാലും അവനൊരു പലഹാരമായി. നോക്കിയാ അച്ഛൻ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് അല്ല. ഇത് ടേസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കട്ടെ നമുക്ക്. അല്ല ഞാൻ നോക്കിയോട്ടെ. എന്തായാലും പച്ചക്കറിയല്ലേ. മത്തങ്ങ ഒരു ഗണത്തിൽപ്പെട്ട തന്നെയാണ്. കുഴപ്പമില്ല. ഇനി നമ്മൾ മത്തങ്ങ പറയുന്നില്ല. നമുക്കേ ഇതിപ്പോൾ ഒരെണ്ണം അപൂർവമായിട്ട് കിട്ടിയതല്ല. അപ്പം ഇതിൻ്റെ തോലിയൊന്നും കളയാൻ തോന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വെച്ചാൽ. എന്നിട്ട് നമ്മളതിൽ കണ്ട പോലെയാണ് ചെയ്യുന്നിട്ടാ. കനം കുറച്ച് വേണ്ട അരിയനും ഇങ്ങനെ കനം കുറച്ച് അരിയനും കേട്ടാ. അയിലൊക്കെ കണ്ടത് ഭയങ്കര വലിപ്പുള്ളതാ.
ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി. മത്തങ്ങയുടെ ടേസ്റ്റിന് വേണ്ടി പീസുകളാക്കി നമ്മളിത് ഒരു പാത്രത്തേക്ക് ഇടുന്നു കേട്ടോ. നമ്മൾ ഒലീവ് ഓയിൽ ഒരു 2 ടീസ്പൂൺ ഒഴിക്കുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു സ്വല്പം ഗാർലിക് പൗഡർ, വെളുത്തുള്ളിയുടെ പൊടി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അത്രയ്ക്ക് തന്നെ ഇഞ്ചിയുടെ പൗഡർ, ജിഞ്ചർ പൗഡർ, പിന്നെ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഈ ഓറിഗാനോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു ഇല പോലെ, അതൊരു സ്വല്പം കേട്ടോ, അധികമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നു. ഒരു 15 മിനിറ്റ് നേരം നമ്മളത് ഇങ്ങനെ വെക്കും കേട്ടോ. മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ രുചി എന്ന് നമുക്കൊന്നും അറിയുന്നല്ലോ. ഉപ്പുണ്ടോ നോക്കാം, ഒരു കഷ്ണം. കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 15 മിനിറ്റ് നമ്മളത് പരട്ടി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോണ്. നമ്മൾ തീ കത്തിക്കണം. ഗ്യാസ് വന്നു, നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. ഒന്നുമില്ല, ഇത് വറക്കാൻ പോവാണ്, ഫ്രൈ ചെയ്യാൻ പോവാണ്. അത്രയുള്ളൂ, ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് ഇത്തിരി ബട്ടർ ഇടണം കേട്ടോ. ഇത് ഉപ്പില്ലാത്ത ബട്ടറാട്ടോ, ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇതലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനെ ഇതിരിക്കാൻ എടുത്ത് വയ്ക്കുന്നു. നമ്മുടെ മീൻ വറക്കണ പോലെ തന്നെ കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നൈസ് തീ മതി, ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് സെറ്റാക്കണം. എന്തായാലും ഇത് ഒറ്റ ട്രിപ്പിൽ കൊള്ളിക്കണം. നാടിയുടെ കൊത്ത് പോലെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞു. നമ്മുടെ മത്തങ്ങനെ വാങ്ങിച്ച് വറുത്താൽ മതി ആണെന്ന് തോന്നുന്നു. കണക്കഞ്ഞതുകൊണ്ട് മത്തങ്ങയുടെ പോലെ തന്നെ, മാറ്റമൊന്നുമില്ല. ഭയങ്കര കാറ്റുണ്ട്, ഭയങ്കര കാറ്റ് അവിടെ നിന്ന്. അപ്പോൾ ഈ പലയ്ക്ക് നോക്കിൻ്റെ ഇവിടെ അതാ നമ്മളിത് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാനായിട്ട് മയണൈസ് എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ ഉണ്ടാക്കണം നമുക്ക്. ഇപ്പോൾ അതാണല്ലോ വില്ലൻ. അപ്പോൾ മയണൈസ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കോഴിമുട്ട എടുക്കട്ടെ, ഒരു കോഴിമുട്ടയെല്ലാം ഉണ്ടാക്കി, ഒരു കോഴിമുട്ട ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മയണൈസ് ഉണ്ടാക്കാൻ പോകണം. മയണൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം ഒരു വിധം പേര്. ഇപ്പോൾ മിക്സിയിൽ ജാറെടുക്കാൻ വെള്ളയാണ് വേണ്ടത്. നമുക്ക് ഉണ്ണീനെ അങ്ങോട്ട് തിരിച്ചെടുക്കാം, പൊട്ടിച്ചൊഴിച്ചിട്ടേ. നമ്മൾ വെള്ളം മാത്രം എടുക്കണല്ലോ, ഉണ്ണീനെ നമുക്ക് കാമറിക്ക് കൊടുക്കാം. ഒരുപാട് പൊട്ടു കഴിയുമ്പേ ആയി കറക്റ്റായിട്ട് കിട്ടി. ഇതിന് തിരികെ നിക്ഷേപിച്ചിട്ടുണ്ട്, നമുക്ക് കാമറിക്ക് കൊടുക്കാം. ഇവിടെ കിട്ടാം, കുറച്ച് കഴിഞ്ഞാൽ കാമറി വരും. പിന്നെ ഈ വെള്ളലിക്ക്, കോഴിമുട്ടയുടെ വെള്ളലിക്ക് 3 വെളുത്തുള്ളി അല്ലി, പിന്നെ 2 നുള്ള് ഉപ്പ്, പിന്നെ 2 നുള്ള് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി. ഇനി നമ്മളിത് മിക്സിയിൽ അടിക്കാൻ പോകണോ. ഇതിങ്ങനെ വലത്തോട്ട് തിരിക്കി എടുത്തിട്ട് 1, 2, 3 ആക്കാൻ പാടില്ല, ഇടത്തോട്ട് ഇങ്ങനെ ആക്കാൻ പാടില്ല. ഇതേ ഇടത്തോട്ട് ആക്കണം കേട്ടോ. ഇടത്തോട്ട് ഒരു മിനിറ്റ് നേരം പിടിച്ചില്ല. ആ വെളുത്തുള്ളി കരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തുറക്കാം.
അല്ല തുറന്നു. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആളുകൾ ഒഴിക്കാറ്, നമ്മൾ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു 3-4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ജഗ്ഗു എന്നിട്ട് പേടിക്കുന്നത് ഇനി അടുത്തോടെ തന്നെ വീണ്ടും തിരിക്കുക. ലൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം. ലൂസാവാൻ പാടില്ല, കട്ടി വേണ്ടേ. കട്ടി ഒരു തുണ്ടും കൂടിയും ഒഴിക്കണം കേട്ടോ. ആയിട്ടുണ്ട് സാധനം. നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് സെറ്റായി. അത് കുഴപ്പമില്ല. എൻ്റെ അമ്മ ഇത്ര ടൈറ്റായി അതിനകത്ത് അമർത്തി പിടിച്ച ഇത് നമ്മുടെ മയണൈസ്. അടിപൊളി മയണൈസ് കേട്ടോ. നമുക്കൊന്ന് മറിച്ചിടാം. സെൻട്രലത്തെ പെട്ടെന്നാവും, സൈഡിലത്തെ ഇത്തിരി കൂടുതലുള്ളതായിരുന്നേ നമുക്ക് നാളേരം കൊത്ത് വറക്കണ പോലെ ഉണ്ട്. നമ്മൾ മറിച്ചിടുന്നു കേട്ടോ. ഓരോന്നോരോന്ന് നല്ല മണല്ലേ. ഭയങ്കര കാറ്റാണ്. അപ്പോൾ സെൻട്രലത്തി ആയിട്ടുണ്ട് നമ്മുടെ നാളേരം കുത്തുകൾ. സെൻട്രലത്ത് നമുക്ക് കുറച്ച് തന്നെ എടുക്കാം, എന്നിട്ട് ബാക്കിൽ തന്നെ സെൻട്രലിലേക്ക് ആക്കാം കേട്ടോ. ഒരു തളർച്ച വന്നിട്ടുണ്ട് ഇതിന്. ബാക്കിലതിനൊക്കെ സെൻട്രലിലേക്ക് ആക്കണം. നമ്മളെ ബാക്കിലോട്ട് എടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് ശരിഞ്ഞാൽ മതി. ചിലത് നല്ല ആ സൈഡ് നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ജഗ്ഗുവിനെയും സരിതേനെയും വിളിക്കാം. ഭയങ്കര ചൂടാണ്. ഇതിനൊക്കെ എന്തെന്നാ പറയാ ഇതിനൊക്കെ. നമ്മുടെ വിശിഷ്യ ഭോജ്യം റെഡി ആയിരിക്കുന്നു. വാടി ഇതേട്ടാ. അപ്പൊ നമ്മുടെ മയണൈസ് ആണ് ഇതിന് കോമ്പിനേഷൻ. അപ്പൊ നിങ്ങൾ നീക്കി വെച്ചിട്ട് നോക്കിയേ മയണൈസ് നോക്കിയേ. നമ്മുടെ സൂപ്പർ മയണൈസ്. കഴിക്കട്ടെ. എന്തിനാന്ന് പറയും. ഞാൻ മയണൈസ് മുക്കാണ്ട് കഴിച്ചോട്ടെ. മൈനസിൽ മുക്കാണ്ട് കഴിക്കുമ്പോൾ ദോശയും ഇതിൻ്റെയൊക്കെ കുറേ വകഭേദങ്ങൾ വരുന്നുണ്ട്. മൈനസിൽ മുക്കാണ്ട് കഴിച്ചു പക്ഷെ ഭയങ്കര ടേസ്റ്റ് സാധനല്ലേ മൈനസിൽ മുക്കി തന്നെ. ശാന്തേട്ടാ പെടച്ചോ ഈ സാധനം. ഇത് നമ്മള് നോൺ വെജ് ഒന്നും വേണ്ടല്ലോ. എന്തൊരു ടേസ്റ്റ്. വെറും മത്തങ്ങയ്ക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവോ? മത്തങ്ങ ചെയ്തങ്ങനെ വലിയാൻ തോന്നുന്നുണ്ട്. മത്തങ്ങ ഒന്നും ഇങ്ങനെ ആക്കി നോക്കാട്ടാ. ആവില്ല. ആവില്ല. ജഗുന് ഇഷ്ടായില്ലേ? സൂപ്പർ സാധനല്ലേ? കരിഞ്ഞല്ലോ. അയ്യോ ഇതൊരു മറിഞ്ഞിട്ടപ്പോഴേ കുഴപ്പമില്ല. എന്നാലും നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാക്കിയാലും പൊടിഞ്ഞില്ല. കലക്ക സാധനം ഇതേ പല്ല വെച്ചോന്നത് കടാങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും. സാധനം കിട്ടണ്ടേ? ഇത് വാങ്ങിക്കാൻ കിട്ടും. അത് മറിഞ്ഞിട്ടോ. അത് മറിഞ്ഞിട്ടാ. ഇതിന് ഭയങ്കര വിലയാന്നല്ല ആള് പറഞ്ഞ. കിലോന് 180. അവന് 3-4 മാറ്റി വെച്ചോളൂ. അയ്യോ സോറിടാ. ജഗ്ഗുനല്ലേ ചേട്ടൻ വിളിക്കുന്നുണ്ട് ദോശ തന്നെ. അവിടെ ദോശ ഉണ്ടാക്കുന്ന ദിവസം ഒരു വിളി ഉണ്ടല്ലോ ചേട്ടൻ, സിംഗം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടിപൊളി സാധനം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദേശിട്ടുണ്ടാക്കുക. മൈനസ് വേണമല്ല.
മയണൈസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മയണൈസ് മുഴുവൻ ബാക്കിയില്ലോ, ഇപ്പം തൊട്ട് ചെയ്യാം. മയണൈസ് ഉണ്ടെങ്കിൽ നന്നായി. അപ്പോൾ നിർത്താം അല്ലേ? എന്നാ നിനക്ക് കഴിക്കുന്നത് ഇങ്ങനെ അപ്പോൾ ശാന്തേട്ടന് ഒരു നന്ദി. ഇങ്ങനത്തെ സാധനം നമുക്ക് പരിചയപ്പെടുത്തി തന്നല്ലേ. പല സ്ഥലത്തും കിട്ടും, ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കാം. നമുക്ക് അവർക്ക് വേണ്ടേ. അപ്പോൾ ആള് ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഇത് അല്ല, ഇത് അവിടെ ഒരു വലിയൊരു വീഡിയോ ഞാൻ കണ്ടു. അവിടെ ഇതിന്റെ തോട്ടാണ്. എവിടെ കൊടുങ്ങല്ലൂർ വശത്ത് എവിടെ ഒരു തോട്ടാണിത്, വലിയൊരു തോട്ടം, ഏക്കർ കണക്കിനാണ്. ആ അപ്പോൾ നിർത്താൻ വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാറ്. നന്ദി, നമസ്കാരം.